ഹൃദയപൂർവ്വം അഭിമുഖ പരിപാടിയിൽ കഴിഞ്ഞ ആഴ്ച കൃപ നിറയുന്ന കുടുംബങ്ങളെക്കുറിച്ച് നമ്മളോട് ആശയങ്ങൾ പങ്കുവച്ചത് പാറശാല ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ യൗസേബിയൂസ് പിതാവായിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. കുടുംബങ്ങളെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ച്, യുവജനങ്ങളെക്കുറിച്ച് സഭയുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഈ എപ്പിസോഡിൽ അഭിവന്യ പിതാവ് പങ്കുവയ്ക്കുകയാണ്. മലങ്കര കാത്തലിക് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം പരിപാടിയുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. പിതാവ് കുടുംബങ്ങളെ കുറിച്ച് പറഞ്ഞയിടത്ത് രണ്ടാമത് വരുന്നത് കുടുംബം സ്നേഹത്തിൻ്റെ ഇടമാണ്. പരസ്പര സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കേണ്ട ഇടമാണ് കുടുംബവും ദാമ്പത്യ ജീവിതവും. അതിന് വേറെ ഒരു മാതൃകയും നമ്മുടെ പാരമ്പര്യത്തിലും ആരാധനയിലും നമുക്ക് നൽകപ്പെട്ടില്ല. കർത്താവും പരിശുദ്ധ സഭയുമായിട്ടുള്ള ബന്ധമാണ് അതിന് നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും പരിപൂർണതയുള്ള മോഡൽ എന്ന് പറയുന്നത്. നമ്മുടെ യുവതി യുവാക്കൾ വിവാഹത്തിലൂടെ അപ്പനും അമ്മയും എന്ന നിലയിൽ ഈ ഒരു സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എങ്ങനെ വളരണം, ഇപ്പോൾ അവർക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വളരെ പ്രസക്തമായ ചോദ്യമാണ്. വിവാഹത്തെ നമ്മൾ ദൈവീക കാഴ്ചപ്പാടിൽ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായ ഒരു പരിണിത ഫലമാണ് വളരെ അസാധാരണമായ, അച്ഛനോട് പറഞ്ഞതുപോലെ സവിശേഷമായ ഒരു സ്നേഹബന്ധം ജീവിക്കുവാനുള്ള ശക്തിയും ആർജവും അവർ പ്രാപിക്കുന്നുള്ളത്. വിവാഹം ദൈവത്തിൻ്റെ രക്ഷാകരമായ സ്നേഹത്തിൻ്റെ ദാനവും സ്വീകരണവുമാണ് എന്ന ബോധ്യമുള്ള ചെറുപ്പക്കാർ, ദമ്പതികൾ ആ സ്നേഹം ജീവിക്കുവാൻ സമർപ്പിതരായിരിക്കും. ആ സ്നേഹത്തിൻ്റെ ഏറ്റവും ഏക മാതൃക ഒരുപക്ഷെ പരിശുദ്ധ തൃത്വത്തിലെ സ്നേഹമാകാം. അതല്ല എങ്കിൽ പൗലോസ്ലീഹ പറയുന്നത് പോലെ യേശുവും സഭയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ മാതൃക. അപ്പോൾ ഈ ഒരു സ്നേഹത്തിൻ്റെ തലം മറ്റെങ്ങുമില്ല. ഇവിടെ രണ്ട് വ്യക്തികൾ അവരുടെ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ പരസ്പരം പങ്കുവയ്ക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു മാനമാണ്. ഹൃദയവും മനസ്സും ശരീരവും പൂർണ്ണമായി പരസ്പരം പങ്കുവയ്ക്കുന്ന സ്നേഹം. ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ പൂർണ്ണമായ നന്മ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി സ്വയം സമർപ്പണം ചെയ്യുകയും ചെയ്യുന്നതിന് ആ വ്യക്തിയെ പ്രാപ്തമാക്കുന്ന ഒരു ആന്തരിക ശക്തിയാണ്. അപ്പോൾ ഈ ഒരു സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ ദർശിക്കുക വിവാഹബന്ധത്തിലാണ്. ഈ ആന്തരിക ശക്തി എന്നൊരു വാക്കിലാണല്ലോ പിതാവ് ഈ ഉത്തരം അവസാനിപ്പിക്കുന്നത്. ശക്തിയാണല്ലോ എപ്പോഴും നമുക്ക് ധൈര്യം പകരുന്നത്. ഈ ആന്തരിക ശക്തി യഥാർത്ഥത്തിൽ ഈ സ്നേഹത്തെ തിരിച്ചറിയാനും അതിൽ ജീവിക്കാനുമുള്ള ഒരു ആത്മീയമായ ധൈര്യം പകരും. അത് യഥാർത്ഥത്തിൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക് കുറഞ്ഞു പോകുന്നുണ്ടോ? നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ബാക്കിയായിട്ട് തന്നെ ഇത് പറയാൻ സാധിക്കും. ഈ ഒരു സ്നേഹം അനുഭവിക്കുന്നതിന്, പങ്കിടുന്നതിന് നാം ഇന്ന് ജീവിക്കുന്ന സമൂഹം സംജാതമാക്കുന്ന പല തടസ്സങ്ങളുമുണ്ട്. നമ്മുടെ പ്രത്യേകമായ ജീവിത അവസ്ഥ സൃഷ്ടിക്കുന്ന തടസ്സങ്ങളുണ്ട്. ഇന്ന് സത്യത്തിൽ ഈ ഒരു സ്നേഹത്തിന് പലയിടങ്ങളിലും ഭംഗം വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്ന പറഞ്ഞാൽ പൂർണ്ണമായി വിട്ടുകൊടുക്കുന്ന ഒരു സ്നേഹം. ഇവിടെ ഈ ഒരു സ്നേഹം ജീവിക്കുവാൻ തടസ്സമായുള്ള ചില കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ഇന്നത്തെ ജീവിത സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കുന്ന തടസ്സങ്ങളാണ്. പലപ്പോഴും ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. ജോലി സംബന്ധമായ പരിമിതികൾ കൊണ്ട്. സംലഭ്യത വളരെ പ്രധാനപ്പെട്ടതാണ് കുടുംബത്തിൽ. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന ഒരു വലിയ ശോച്യാവസ്ഥ ഈ സംലഭ്യതയുടെ അഭാവമാണ്. ഭർത്താക്കൾ പരസ്പരം സംലഭ്യമാകുന്നതിനുള്ള തടസ്സം, മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള സംലഭ്യതയുടെ കുറവ്. അതിൻ്റെ ഒരു മറുവശമാണ് സംഭാഷണത്തിൻ്റെ കുറവ്. ഈ സംലഭ്യതയുള്ളിടത്തെ സംഭാഷണം നടക്കുകയുള്ളൂ.
പക്ഷെ ഇന്ന് കുടുംബങ്ങളിൽ ഈ സംഭാഷണവും ഇല്ല, സംലഭ്യതയുമില്ല. ഇതാണൊരു പ്രശ്നം. അപ്പോൾ നമ്മളൊക്കെ നമ്മുടേതായ കൊച്ചു കൊച്ചു തുരുത്തുകളിൽ ജീവിക്കുവാൻ ഇടയാകുന്ന ഒരു ദൗർഭാഗ്യാവസ്ഥ. ഡയലോഗ്, എത്ര കുടുംബങ്ങളിൽ യഥാർത്ഥ ഡയലോഗ് നടക്കുന്നു. ജീവിത അനുഭവങ്ങൾ തുറവിയോടുകൂടി ജീവിത പങ്കാളിയുമായി പങ്കിടുവാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ലാതെ പോകും. എൻ്റെ എളിയ അഭിപ്രായത്തിൽ ആധുനിക ആശയവിനിമയ മാധ്യമങ്ങൾ ഒരു പരിധിവരെ ഈ കുടുംബത്തിൽ നിലനിൽക്കേണ്ട സ്നേഹാനുഭവത്തിന് തടസ്സമായി വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സെൽഫോൺ, സ്മാർട്ട് ഫോൺ. അതിൻ്റെ നിയന്ത്രണമില്ലാത്ത സാധ്യതകൾ പലപ്പോഴും നമ്മളെ കുടുംബബന്ധത്തെ സഹായിക്കുന്നതിലുപരിയായി കുടുംബബന്ധത്തിന് വിഘാതമായി സംഭവിക്കുന്നുണ്ട്. ഒരു ആധുനിക സമൂഹം സൃഷ്ടിക്കുന്ന ഒരു തടസ്സമായി ഞാൻ കാണുന്ന ഇതാണ്. ഈ സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ, അതിലൂടെ ധാരാളം തെറ്റായ അറിവുകളും ധാരണകളും നമ്മുടെ യുവതലമുറയ്ക്ക് സംവേദനം ചെയ്യപ്പെടുന്നുണ്ട്. ഇത് അവരുടെ ബോധ്യങ്ങളായി മാറുകയാണ് ക്രമേണ. ഈ തെറ്റായ ബോധ്യങ്ങളിലാണ് ഇവർ പിന്നെ അവരവരുടെ ജീവിതത്തെ ഉറപ്പിക്കാനായിട്ട് പോകുന്നത്. അവിടെ നമുക്ക് അതിനെ അതിജീവിക്കുന്ന ഒരു പരിശീലനം ആവശ്യമില്ലേ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ചത് ഈ ഒരു തലത്തിൽ മാത്രമല്ല, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ മുഴുവൻ തലങ്ങളിലും ഒരുപക്ഷെ ഈ ഒരു പരിശീലനം വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മളെ ഈ ആധുനിക ആശയവിനിമയ മാധ്യമങ്ങൾ നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. നല്ല രീതിയിൽ സ്വാധീനിക്കാം, പലപ്പോഴും മോശമായി സ്വാധീനിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഉപയോഗവും ഇത് പ്രതിഫലിപ്പിക്കേണ്ട മൂല്യങ്ങളുമൊക്കെ അതിനെക്കുറിച്ച് ഒരു അടിസ്ഥാന പരിശീലനം തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണമെന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. അത് യഥാർത്ഥത്തിൽ സഭ കുടുംബങ്ങളെ ഈ വിഷയങ്ങളിൽ അഭിമുഖീകരിക്കുന്നതെന്ന് പറയുമ്പോൾ, ഒന്ന് നമ്മൾ കുടുംബങ്ങളിൽ ചെന്ന് അവരുമായുള്ള ആശയ സംവാദം, പിന്നെ രണ്ടാമത് നമുക്കുള്ള ഒരു പോസിബിളായ ഏക വഴി എന്ന് പറയുന്നത് നമ്മുടെ ദേവാലയങ്ങളാണ്. ഇവിടെ നമുക്ക് ഇനിയും എന്താണ് ഇപ്പോഴത്തെ ഈ കോവിഡിൻ്റെ പശ്ചാത്തലമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കാറ്റക്കിസം 12 ക്ലാസ് വരെ നമ്മൾ നൽകുന്നു. അത് കഴിഞ്ഞ് യുവജനങ്ങളെ നമ്മൾ ഇത് ചെയ്യുന്നു. ഇത് കഴിഞ്ഞാലൊരു പരിശീലനം എന്ന് പറയുന്ന ആകെ 10-15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഹോമിലിയിൽ അവസാനിക്കുകയാണ്. അതുകൊണ്ട് എത്ര കണ്ട് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും? ഒരുപക്ഷേ കുറെ കൂടെ ക്രിയാത്മകതയോടെ നമ്മുടെ അജപാലന ശുശ്രൂഷയെ നമ്മൾ സമീപിക്കേണ്ട ഒരു സമയം ആയിരിക്കുന്നു. ഒരു വൈദികൻ്റെ അല്ലെങ്കിൽ അവിടെ ശുശ്രൂഷിക്കുന്ന സിസ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സഭാ ശുശ്രൂഷകളുടെ ഒരു പ്രധാന സമർപ്പണ വേദി ഇതായിട്ട് മാറണം. അപ്പോൾ നമ്മൾ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കപ്പുറം ക്രിയാത്മകമായി ഇന്നത്തെ സമൂഹം സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കുടുംബങ്ങളെ ശക്തമാക്കുവാൻ നമ്മളെന്തെല്ലാം ചെയ്യാൻ സാധിക്കും നമ്മൾ ഒന്ന് ചിന്തിക്കണം. ഒരുപക്ഷെ നമ്മൾ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ സൺഡേ സ്കൂൾ തന്നെ എങ്ങനെ കൂടുതൽ കാര്യക്ഷമമാക്കണം, കൂടുതൽ സംഗതമാക്കണം, യുവജന അജപാലന ശുശ്രൂഷ അതിൻ്റെ വേദികളും അതിൻ്റെ സാധ്യതകളും എന്തെന്ന് നമ്മൾ ചിന്തിക്കണം, വളരെ ഗൗരവമായി ചിന്തിക്കണം. അഡൽട്ട് കാറ്റക്കിസം അത് ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ വളരെ പരിമിതമാണ്. അങ്ങനെ സംഭവം സത്യത്തിൽ നമ്മളധികം ശ്രദ്ധ കൊടുത്തിട്ടില്ല. അത് എങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും? ഇനി പല ഗ്രൂപ്പുകൾ നമ്മൾ പ്രത്യേകമായി അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ വിവാഹത്തിന് ഒരുങ്ങുന്നവർ, യങ് കപ്പിൾസ്, പിന്നെ മാതാപിതാക്കൾ, അമ്മമാർ, ഇങ്ങനെ പല ഗ്രൂപ്പുകളെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു വിശ്വാസ പരിശീലന അല്ലെങ്കിൽ ഈ മൂല്യബോധന പ്രക്രിയ നടത്തേണ്ടതുണ്ട്. പിതാവേ, അവിടെയും നമ്മൾ ഒരു ആശയം പറയുന്നതല്ലാതെ ഒരു പൊളിച്ചെഴുത്തിൻ്റെ രീതിയിലേക്ക് കുറച്ച്, ഇപ്പം നമുക്ക് പർട്ടിക്കുലറായി പറഞ്ഞാൽ കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കാറ്റക്കിസം ക്ലാസ്സുകൾ, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഫോർമലായ പരിപാടിയില്ല. ബാക്കിയെല്ലാം നമ്മുടെ അതാത് സ്ഥലങ്ങളിലെ
ഒരു സാധ്യത അനുസരിച്ച് പോവുകയാണ്. അവിടെ നമുക്ക് മാറ്റം വരണ്ടേ? സമയമായില്ലേ? നമ്മളെ സംബന്ധിച്ച ഒരു പ്രയാസം നമ്മുടെ സമൂഹത്തിലെ വ്യക്തികളും കുടുംബങ്ങളും ഈ സമൂഹത്തിൽ ജീവിക്കുവാനുള്ള വലിയൊരു ചലഞ്ചുണ്ട്. അപ്പോൾ നാം ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസ സംവേദനം നടത്തുവാനുള്ള നമ്മുടെ സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ സൺഡേ സ്കൂളിൽ തന്നെ ഒരു കുട്ടിയെ നമുക്ക് ലഭിക്കുന്നത് നമുക്കറിയാമല്ലോ. എത്രമാത്രം സമയം കുട്ടിക്ക് അതിനുവേണ്ടി മാറ്റിവെക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹം ഉണർത്തുന്ന വെല്ലുവിളികളുടെ മധ്യം നിന്നുകൊണ്ട് ഇതിനൊക്കെയുള്ള ഇടവും സാവകാശവും സമയവും കണ്ടെത്തണം. അപ്പോൾ ഇതൊരു എളുപ്പമുള്ള കാര്യമല്ല, നമുക്കറിയാം. ഇറ്റ്സ് എ ചലഞ്ച്. പക്ഷെ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുവാൻ സാധിക്കുക. ഞാൻ പറഞ്ഞ ആശയം മാത്രമല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ ഏതെല്ലാം തലങ്ങളിൽ, പ്രസംഗമോ ക്ലാസ്സോ മാത്രമല്ല, ഏതെല്ലാം തലങ്ങളിൽ നമുക്ക് ഈ ഒരു സുവിശേഷ മൂല്യങ്ങൾ നമ്മുടെ മക്കളിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ സാധിക്കും, അതിനുള്ള മാർഗങ്ങൾ നമ്മൾ ആരായുക എന്നുള്ളതാണ്. പിതാവ് ഈ ആശയം പറഞ്ഞപ്പോൾ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ എല്ലാ തലങ്ങളിലുള്ളവരെയും നമ്മൾ സഭ ഈ ഒരു വിഷയത്തിൽ അഭിസംബോധന ചെയ്യേണ്ടതും അവരുടെ പരിശീലനം ഉറപ്പാക്കേണ്ടതും ആവശ്യമാണ്. എന്നാൽ കുട്ടികളുടെ കാര്യത്തിൽ മാത്രമേ നമുക്കൊരു നിയതമായ പ്രോഗ്രാം ഉള്ളൂ. ഇത് കഴിഞ്ഞുള്ള ഒരു ലെവലിലേക്ക് നമുക്കിപ്പോഴും ചില ആശയങ്ങൾ നമ്മുടെ മുമ്പിൽ ഗൗരവമായി നിൽക്കുന്നു എന്നല്ലാതെ കൃത്യമായൊരു പ്രോഗ്രാം നമുക്കില്ല. അതെത്രയും വേഗം ഉണ്ടാകേണ്ടേ? തീർച്ചയായിട്ടും നമുക്ക് പല പരിമിതികളുണ്ട്. ഇന്ന് മനുഷ്യൻ സത്യത്തിൽ ജീവിതം മനുഷ്യനിൽ ഏൽപ്പിക്കുന്ന സമ്മർദ്ദം, നമ്മുടെ ഇന്നത്തെ കാലത്ത് ജീവിക്കുക എന്ന് പറയുന്നത് എത്രയോ ആയാസപൂർണ്ണമാണ്. അപ്പോൾ പലപ്പോഴും പക്ഷേ കുട്ടികൾ കുറേ സമയമൊക്കെ ഇതിനുവേണ്ടി മാറ്റിവെക്കുവാൻ നമ്മൾ അവരെ പ്രേരിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് മനുഷ്യനെ ജോലി, അനുദിന ജീവിത സന്താനത്തിനുള്ള മാർഗം കണ്ടെത്തുക, ഇങ്ങനെയുള്ള വലിയ പ്രാരാബ്ധത്തിൽ മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വിശ്വാസ പരിശീലനത്തിന് നമുക്ക് എത്രമാത്രം സമയവും സാവകാശവും നമ്മുടെ ആളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുമെന്നുള്ളതൊരു ചോദ്യമാണ്. പക്ഷെ നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ കുട്ടികളുടെ ഒരു തലത്തിനപ്പുറം സുവിശേഷ മൂല്യങ്ങൾ പങ്കുവയ്ക്കുവാനും വിശ്വാസം പരിശീലിപ്പിക്കുവാനും വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനുമൊക്കെയുള്ള പ്രോജക്ട്സ് നമുക്ക് ആവശ്യമാണ്, ഒരു സംശയവുമില്ല. യുവാക്കളുടെ പ്രത്യേകമായ അജപാലന ശുശ്രൂഷ, ദമ്പതികളുടെ, മുതിർന്നവരുടെ അഡൽട്ട് കാറ്റക്കിസം, ഇതൊക്കെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ അജപാലന ശുശ്രൂഷ ധർമ്മമാണ്. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ എത്രമാത്രം സമയവും നമ്മുടെ ആൾക്കാർക്ക് ഇതിന് വിനിയോഗിക്കുവാൻ സാധിക്കുന്നൊക്കെയുള്ളതാണ് നമ്മുടെ വലിയ പ്രശ്നങ്ങൾ. തീർച്ചയായിട്ടും വിവിധങ്ങളായ മാർഗങ്ങളിലൂടെ നമ്മൾ ചെയ്യുവാൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. പിതാവ് മൂന്നാമത് പറഞ്ഞത് നമ്മുടെ കുടുംബങ്ങൾ ജീവൻ്റെ ഉറവിടവും അതിനെ പരിപോഷിപ്പിക്കുന്ന ഇടവുമാണ് എന്നുള്ളതാണ്. എല്ലായിടത്തും ലോകം മുഴുവൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ജീവൻ നേരിടുന്ന വെല്ലുവിളികൾ. അമേരിക്കൻ പ്രസിഡൻ്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് വളരെ പ്രധാനമായിട്ട് കത്തോലിക്കരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ ജീവനെ സംബന്ധിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നത് കേട്ടു. അപ്പം ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ യാഥാർത്ഥ്യത്തിൽ ചുറ്റുപാടുകളിലും പശ്ചാത്തലത്തിലും ജീവൻ നേരിടുന്ന യഥാർത്ഥത്തിലുള്ള ഭീഷണികൾ എന്തെല്ലാമാണ്? കുടുംബമാണ് ജീവൻ ആവിർഭവിക്കുന്ന സാങ്ച്വറി. കുടുംബമാണ് ജീവൻ സംരക്ഷിക്കപ്പെടേണ്ട, പരിപാലിക്കപ്പെടേണ്ട ഇടം. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ജീവൻ പലപ്പോഴും അതർഹിക്കുന്ന ആദരവിലും അതർഹിക്കുന്ന ഗൗരവത്തിലും സമീപിക്കപ്പെടുന്നില്ല കുടുംബങ്ങളിൽ. ഇന്നത്തെ ഒരു വിഷമകരമായ ഒരവസ്ഥ വിശേഷമാണ്. നമ്മൾ വിശ്വസിക്കുന്നത് ഗർഭപാത്രം മുതൽ ജീവിതത്തിൻ്റെ അവസാനം വരെ ജീവൻ സംരക്ഷിക്കപ്പെടേണ്ടതാണ്, ജീവൻ ബഹുമാനിക്കപ്പെടേണ്ടതാണ്, ജീവൻ സ്നേഹിക്കപ്പെടേണ്ടതാണ്. പക്ഷെ പലപ്പോഴും ആധുനിക സംസ്കാരത്തിൻ്റെയും ഈ സംസ്കാരത്തിൽ ശക്തമായി നിൽക്കുന്ന ഒരു സ്വാർത്ഥതയുടെ ഒരു തലമുണ്ട്. അതും നേരിട്ട് ആഘാതമേൽപ്പിക്കുന്നത് ജീവനാണ്.
അതുകൊണ്ട് തന്നെ ഇന്ന് വർദ്ധിച്ചു വരുന്ന ചിത്രങ്ങൾ, അതുപോലെ തന്നെ ചില പ്രത്യേക വിഭാഗങ്ങളോടുള്ള ബഹുമാനക്കുറവ്, അതായത് മനുഷ്യന് ഉപയോഗമില്ല എന്ന് തോന്നുന്ന മനുഷ്യ വ്യക്തികളുള്ള ബഹുമാനക്കുറവ്, പ്രായം ഉള്ളവർ, തീരാരോഗികൾ, ഭിന്നശേഷിക്കാർ, കുഞ്ഞുങ്ങൾ, ഇവരോടൊക്കെ പലപ്പോഴും നമ്മുടെ സമൂഹം അവലംബിക്കുന്ന വികലമായൊരു സമീപനം, ക്രൈസ്തവമല്ലാത്ത സമീപനം. അപ്പോൾ ഇത് നമ്മൾ വളരെ ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ക്രൈസ്തവ അജപാലന ശുശ്രൂഷയിൽ ജീവന് അതീവ പ്രാധാന്യം നൽകേണ്ടിയിരിക്കും. നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ പലപ്പോഴും അതതിൻ്റെ സദ്ഫലത്തിലേക്ക് വരുന്നില്ല. മുമ്പ് പറഞ്ഞ ആ സ്നേഹത്തിൻ്റെ തലമാണ് ഈ ജീവൻ്റെ കാരണം. ഈ വിവാഹത്തിൽ അനുവർത്തിക്കപ്പെടേണ്ട, ജീവിക്കേണ്ട സ്നേഹത്തിൻ്റെ സ്വാഭാവികമായ പരിണിത ഫലമാണ് ജീവൻ. ആ ഒരു തലത്തിൽ ബന്ധിപ്പിക്കുമ്പോൾ മാത്രമേ ജീവൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കൂ. ഈ പുത്തൻ സംസ്കാരങ്ങളാണോ യഥാർത്ഥത്തിൽ ജീവനോട് ഈ ഒരു നിഷേധഭാവത്തിനും അല്ലെങ്കിൽ ഒരു അനാദരവിൻ്റെ സംസ്കാരം വളർന്നു വരുന്നതിനും ഇടയാക്കിയത്? നമ്മുടെ സമൂഹം വല്ലാതെ സ്വാർത്ഥമാകുന്നുണ്ട്. അത് ഈ ഉപഭോഗ സംസ്കാരത്തിൻ്റെ തന്നെ ബേസിക് അതിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് സ്വാർത്ഥതയാണ്. എൻ്റെ സന്തോഷം, എൻ്റെ സുഖം, എൻ്റെ ലോകം. അപ്പോൾ ഇവിടെ തന്നെ ഈ ഒരു സ്വാർത്ഥതയാണ് പലപ്പോഴും ജീവനെ ബഹുമാനിക്കുന്നതിനും ആദരിക്കുന്നതിനും നമുക്ക് വിഘാതമായി നിൽക്കുന്നത്. ഈ സംസ്കാരത്തിൻ്റെ കൂടി ഒരു സൈഡ് ഇഫക്റ്റാണത്. അപ്പോൾ ഇവിടെയാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം. ക്രൈസ്തവ വിശ്വാസം ആപരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമ്മെ ശക്തമാക്കുന്ന വിശ്വാസമാണ്. സ്വാർത്ഥത കഴിയുന്നത്ര ഇല്ലാതാക്കി അവരനെ ഉയർത്തുന്ന, വളർത്തുന്ന അടിസ്ഥാന ചേതോവികാരമാണ് ക്രൈസ്തവ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ ബലത്തിലാണ് ഈ ഒരു സംസ്കാരത്തിൻ്റെ ഈ വികലതയെ നേരിടാൻ സാധിക്കേണ്ടത്. വിശ്വാസത്തെ സംബന്ധിച്ചും ജീവനെ സംബന്ധിച്ചും രണ്ട് കാര്യങ്ങളൂടെ ചോദിക്കാനുണ്ട്. ഒന്ന്, വിശ്വാസത്തെ സംബന്ധിച്ച് നമ്മൾ കുടുംബമാണ് വിശ്വാസം യഥാർത്ഥത്തിൽ അതിൻ്റെ ആദ്യ പാഠശാല എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് മാതാപിതാക്കളാണ് ഈ വിശ്വാസം പകർന്നു കൊടുക്കേണ്ടത്. അവർക്ക് തലമുറകളായി കിട്ടിയ ഒരു വിശ്വാസമാണ് അവർ കൊടുക്കേണ്ടത്. ഇത് സമീപകാലത്ത് അത് സെക്കുലർ വിദ്യാഭ്യാസത്തിലേക്ക് മാത്രമായിട്ട് അങ്ങ് പരിമിതപ്പെടുകയാണ്. വിദ്യാഭ്യാസം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് വിശ്വാസത്തിൻ്റെ വിദ്യാഭ്യാസവും പരിശീലനമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ അതിൻ്റെ ഒരു അപകടം പിതാവ് എവിടെയാണ് കാണുന്നത്? സത്യത്തിൽ യഥാർത്ഥ മാതാപിതാക്കൾ ആരാണ്? ഞാൻ വിശ്വസിക്കുന്നത് തങ്ങളുടെ മക്കൾ തങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായി ദൈവത്തെ സ്നേഹിക്കണം എന്ന് നിഷ്ഠയുള്ളവരാണ്. സത്യത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിലെ നമ്മൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരം, ഇന്നല്ല എന്നേക്കുമുള്ള പരിഹാരം, കുഞ്ഞുങ്ങളെ ദൈവമക്കളായി വളർത്തുക എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ മാതാപിതാക്കളുടെ പ്രധാന വ്യഗ്രത അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണം, അവർക്ക് നല്ല ജോലി ലഭിക്കണം, അവർ ആവശ്യത്തിലധികം ധനമുള്ളവരായി ജീവിക്കണം. ഇതിനു വേണ്ടിയാണ് നമ്മുടെ പ്രധാന ഊർജ്ജമെല്ലാം ചെലവഴിക്കുന്നത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ. പക്ഷേ ഏറ്റവും അടിസ്ഥാനപരമായത് വിശ്വാസമാണ് എന്നതിന് യാതൊരു തർക്കവുമില്ല. നമ്മുടെ മാതാപിതാക്കളല്ല പൂർവികരൊക്കെ ജീവിച്ചതിൽ ഒരുപക്ഷെ നമ്മൾ മുതിർന്ന മനുഷ്യർ ജീവിച്ചു വന്ന ഒരു സമൂഹ പശ്ചാത്തലവും ഇന്നത്തെ സമൂഹ പശ്ചാത്തലവും വ്യത്യാസമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ ഇന്നത്തെ ജീവിത സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ പരിമിതിയിലും ഒക്കെയാണ് ജീവിച്ചത്. പക്ഷേ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ അവർക്കതിനുള്ള ആത്മബലമുണ്ടായിരുന്നു. അത് ലഭിച്ച വിശ്വാസത്തിൽ നിന്നാണ്. ഇന്ന് എന്തുകൊണ്ടാണ് ആത്മഹത്യകൾ എത്രമാത്രം വർദ്ധിക്കുന്നത്? നല്ല വിദ്യാഭ്യാസമുള്ളവരും ഒക്കെ എന്ത് പെട്ടെന്ന് എത്ര നിസ്സാരമായിട്ടാണ് ജീവനെടുക്കുന്നത്. ജീവിതത്തിലെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള ശക്തി
നഷ്ടപ്പെട്ടു പോയി. അവിടെയാണ് വിശ്വാസത്തിൻ്റെ പ്രാധാന്യം. ഇവിടെ അടുത്ത കാലത്തിലെ എക്കാലത്തും അതുകൊണ്ട് കുറേ കൂടെ വളർന്നിരിക്കുന്നു ഈ ഒരു സമീപനം. അതായത് ശാസ്ത്രം, സയൻസാണ് എല്ലാത്തിൻ്റെയും അവസാനം. അതിനപ്പുറത്ത് നമുക്കിനി എന്താണ് വിശ്വസിക്കാനും ഉള്ളത്, പ്രാർത്ഥിക്കാനുള്ളത് എന്ന് ചിന്തിക്കുന്ന യുവതലമുറ പ്രൊഫഷണൽ വിദ്യാഭ്യാസം കൂടുന്നതനുസരിച്ച് അങ്ങനെ ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടുന്നു. പിതാവ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളൊരു സമൂഹത്തെയാണ് അഭിസംബോധന ചെയ്യുന്നതെന്ന് വിചാരിക്കുക. പിതാവ് അവരോട് എന്താണ് പറയാൻ പോകുന്നത്? ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. പക്ഷേ ശാസ്ത്രം മനുഷ്യൻ്റെ ബുദ്ധിയുടെ ഒരു സൃഷ്ടിയാണ്. മനുഷ്യൻ്റെ സമഗ്രത എന്ന് പറയുന്നത് അവൻ്റെ മുഴുവൻ ജീവിതമാണ്. അപ്പോൾ ഇവിടെ അവൻ്റെ ജീവിതത്തെ അവൻ്റെ മുഴുവൻ ജീവിതത്തിനും അടിസ്ഥാന ബലമായി, ഫൗണ്ടേഷനായി, ഊർജമായി നിലകൊള്ളേണ്ട യാഥാർത്ഥ്യമുണ്ട്. ബുദ്ധിയുടെ ആവശ്യത്തെ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മനുഷ്യജീവിതത്തിൻ്റെ സമഗ്രതയിൽ പൂർണ്ണമാകുന്നില്ല, സഫലമാകുന്നില്ല. അപ്പോൾ ഞാൻ വിശ്വാസത്തിൻ്റെ അത്യന്താപേക്ഷിത, വിശ്വാസത്തിൻ്റെ അനിവാര്യത അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. കാരണം മനുഷ്യജീവിതത്തിൻ്റെ സമഗ്രതയിൽ നമ്മൾ സമീപിക്കണം. മറ്റൊരു ഓഡിയൻസ് പിതാവിൻ്റെ മുന്നിലേക്ക് വരികയാണ്. ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം എന്ന് വിചാരിക്കുന്ന ഒരു ഓഡിയൻസാണ് പിതാവിൻ്റെ മുന്നിലേക്ക് വരുന്നത്. വീടുകളിൽ, ഭവനങ്ങളിൽ കുഞ്ഞുങ്ങൾ കുറച്ച് മതി, 1 മതി, അല്ലെങ്കിൽ 2 മതി, അതിനപ്പുറത്തേക്കുള്ള ചെറിയ കുടുംബങ്ങളിൽ വലിയ ഭൗതിക സ്വത്ത് ഇങ്ങനെ പങ്കുവെച്ച് അതിൻ്റെ ആസ്വാദ്യതയുടെ ആഴവും പരപ്പും കൂട്ടി പോകുന്ന ഒരു തലമുറ വളർന്നു വരുന്നു. അവരോട് എന്താണ് പിതാവ് പറയാൻ പോകുന്നത്? ഇത് ഞാൻ മുമ്പ് പറഞ്ഞ ആധുനിക ഉപഭോഗ സംസ്കാരം ഉൾക്കൊള്ളുന്ന സ്വാർത്ഥതയുടെ മറ്റൊരു പ്രതിഫലനമായിട്ടാണ് ഞാൻ കാണുക. എന്നെ സംബന്ധിച്ച് അണുകുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളം സങ്കീർണതകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന വ്യക്തിത്വപരമായ പല വൈകല്യങ്ങൾക്കും, കുടുംബങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു കാരണം അണുകുടുംബമാണ് ഞാൻ വിശ്വസിക്കുന്നു. ഒരു അണുകുടുംബത്തിൽ ഒരു കുട്ടിക്ക്, ഒരു കുഞ്ഞിന് ലഭിക്കേണ്ട പരിശീലനത്തിൻ്റെ പല തലങ്ങളും ലഭിക്കാതെ വരണം. അടിസ്ഥാന മൂല്യങ്ങൾ പങ്കുവെക്കേണ്ടതിൻ്റെ ആവശ്യകത, സഹനത്തിൻ്റെ പോസിറ്റീവ് മൂല്യം, ഇതൊക്കെ ആ കുഞ്ഞിന് നിഷേധിക്കപ്പെടുന്നു. നമ്മൾ ഇന്ന് സഹനത്തെ വല്ലാതെ റെസിസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ചെറിയ പ്രയാസം പോലും ഉണ്ടാകാതിരിക്കുവാൻ നമ്മൾ അതീവ ശ്രദ്ധ കാണിക്കുന്നു. ഇവിടെ എന്ത് സംഭവിക്കുന്നു? സഹനത്തോടെ ഇമ്മ്യൂണായ ഒരു സമൂഹത്തെയാണ് സൃഷ്ടിക്കുന്നത്. സഹന ജീവിതത്തിലുണ്ടാകും, ഒരു സംശയവുമില്ല. സഹനം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ മറുപുറമാണ്. ആരൊക്കെ ഉദാത്തമായി സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നോ അവരൊക്കെ സഹിച്ചേ തീരും. അപ്പോൾ പക്ഷേ സഹനം വേണ്ട എന്ന് പറയുന്നൊരു സംസ്കാരം അണുകുടുംബത്തിൻ്റെ ഒരു മൂല്യമാണത്. അണുകുടുംബം ഉയർന്നൊരു മൂല്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കൊച്ചു സഹനങ്ങളുണ്ടാകുമ്പോൾ നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ തകർന്നു പോകുന്നില്ലേ? പരീക്ഷയ്ക്ക് അല്പം മാർക്ക് കുറഞ്ഞാൽ ജീവിതം തകർന്നതായി ചിന്തിക്കുന്നില്ലേ? കാരണം ഈ അണുകുടുംബങ്ങളിൽ ഈ സഹനത്തിനുള്ള സാധ്യത, പങ്കുവയ്ക്കാനുള്ള സാധ്യത, പരസ്പരം ഉൾക്കൊള്ളുവാനുള്ള സാധ്യതയൊക്കെ വല്ലാതെ നിഷേധിക്കപ്പെടും. അവസാനമായി വളരെ വ്യക്തിപരമായ ഒരു ചോദ്യമാണ്. പിതാവിൻ്റെ ഒരു ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് ഈ കുടുംബങ്ങളിലേക്ക് ഇറങ്ങുവാൻ പിതാവിന് പ്രചോദനം നൽകിയ സാഹചര്യങ്ങളെക്കുറിച്ചാണ് ചോദ്യം. പത്തനംതിട്ട പോലെയുള്ള ഒരു കാർഷിക മേഖലയിൽ ജനിച്ച് വളർന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടി തിരുവനന്തപുരത്തും പൂനെയിലും പിതാവ് വൈദിക പരിശീലനം കഴിഞ്ഞ് കുറച്ച് നാളുകൾ അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്തതിന് ശേഷം റോമിൽ ഫിലോസഫി ഉപരിപഠനം നടത്തി ജർമ്മനിയിലും ഒക്കെ വിവിധ ഇടവുകളിലൊക്കെ ശുശ്രൂഷ ചെയ്തു. മടങ്ങി വന്നിട്ട് പിതാവ് അമേരിക്കയിലാണ് ഒരു മേൽപ്പട്ടക്കാരൻ എന്ന നിലയിൽ ശുശ്രൂഷ നിർവഹിക്കുന്നത്. ഒരു നിശ്ചിത കാലയളവിൽ അവിടെ ഒരു ജനത്തെ രൂപീകരിക്കുന്നതിനും ഒരു സഭാ സമൂഹമായിട്ട് അവരെ രൂപപ്പെടുത്തുന്നതിനും നേതൃത്വം നൽകിയതിന് ശേഷം വളരെ വ്യത്യസ്തമായ ഒരു പശ്ചാത്തലത്തിലേക്ക് പിതാവ് ഒരു പുതിയ നിയോഗവുമായിട്ട് ചുമതലപ്പെട്ട് വന്നിരിക്കുന്നു.
ഈ ഒരു സാഹചര്യത്തിൽ വ്യത്യസ്തമായ എത്രയോ കുടുംബങ്ങളെയും സംസ്കാരങ്ങളെയുമാണ് പിതാവ് കണ്ടതും മനസ്സിലാക്കിയതും. പിതാവിന് ഇവിടെ നിന്ന് കിട്ടിയ അനുഭവങ്ങളുടെ ആകെത്തുക എന്താണ്? അല്പം പ്രയാസമുള്ളൊരു ചോദ്യമാണ്. കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്നൊരു കോണ്ടെക്സ്റ്റിൽ ഞാൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു, എവിടെയും നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു യാഥാർത്ഥ്യ കുടുംബ മൂല്യമാണ്. അപ്പം ഞാൻ ജനിച്ചു വളർന്ന പശ്ചാത്തലത്തിൽ നിന്ന് എൻ്റെ മാതാപിതാക്കളുടെ സ്നേഹം എന്നെ വളരെയധികം വളർത്തിയിട്ടുണ്ട്. അവിടെ വളരെ നിഷ്കളങ്കമായ ഗ്രാമീണ പശ്ചാത്തല സ്നേഹം. ഞാൻ വൈദികനായി കൂടുതൽ ശുശ്രൂഷിച്ചത് നമ്മുടെ മിഷൻ പ്രദേശങ്ങളിലൊക്കെയാണ്. അവിടെയൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കുടുംബ മൂല്യങ്ങളുടെ പ്രാധാന്യം വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അമേരിക്കയിലും ഒരു പക്ഷേ ഞാൻ ശുശ്രൂഷിച്ച നമ്മുടെ മലങ്കര കുടുംബാംഗങ്ങളാണ്. അവിടെ നമ്മുടെ ആൾക്കാരെ വ്യത്യസ്തരാക്കുന്ന ഒരു പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം നമ്മുടെ കുടുംബങ്ങളിൽ ദൃശ്യമായ ഉദാത്തമായ കുടുംബ ബന്ധമാണ്. ആ ഒരു വല്ലാതെ ഭൗതികവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിലും ഇവിടുന്ന് പോയ നമ്മുടെ ആദ്യ തലമുറ വളരെ ക്ലേശത്തോടു കൂടി പരിശ്രമിക്കുന്നുണ്ട് ആ കുടുംബ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ. അത് നമ്മളെ അവിടെ വ്യതിരക്തരാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മറ്റു പല കൂട്ടായ്മകളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും വന്ന ആൾക്കാരുണ്ട് അവിടെ. പക്ഷെ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങൾ ഈ കുടുംബ മൂല്യങ്ങളെ വളരെയധികം ബഹുമാനിച്ച് സംരക്ഷിച്ചു പോകുന്നുണ്ട്. ഇവിടെ ഈ പാലച്ചാട് പ്രദേശത്ത് ഞാനിപ്പോൾ ശുശ്രൂഷിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഭാത്മക ക്രൈസ്തവ സുവിശേഷ ധർമ്മം കുടുംബങ്ങൾ വിശ്വാസത്തിൽ ഉറപ്പിക്കുക, കുടുംബങ്ങളിൽ പുലരേണ്ട സ്നേഹത്തിൻ്റെ ആ ഒരു ശക്തി വീണ്ടെടുക്കുക എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കുടുംബമാണ് നമ്മുടെ ക്രൈസ്തവ കാഴ്ചപ്പാടിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഊന്നൽ കുടുംബമായിരിക്കണം. ഹൃദയപൂർവ്വം പരിപാടിയിൽ ഇത്രയും നേരം നമ്മളോട് കുടുംബങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ആശയങ്ങളും പദ്ധതികളും പങ്കുവച്ചത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പാറശാല ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ യൗസേബിയൂസ് തിരുമേനിയാണ്. പിതാവ് ഈ സമയം അത്രയും മലങ്കര കാത്തലിക് TV പ്രേക്ഷകരോട് തൻ്റെ ആശയങ്ങൾ പങ്കുവച്ചതിലുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. താങ്ക് യു അച്ഛാ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.